ആപ്കി അദാലത്തിൽ ഇമ്രാൻ ഹാഷ്മിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ ഇമേജ് മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇമ്രാൻ, ഇക്കാര്യം സത്യമാണ്. ആവാരപ്പൻ സിനിമ മുഖേന താങ്കളുടെ ഇമേജ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സിനിമയിൽ താങ്കൾ കിസ് ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു സിനിമയിലാണ് താങ്കൾ ആരുടെ പിന്നാലെയും ചുറ്റാതെ ഇരുന്നത്. മറ്റൊരു തന്റെ ഭാര്യയുടെ പിന്നാലെ പോകാതെ. അതെ, എനിക്ക് ആ ഒരു കാര്യം വളരെ റിഫ്രഷിംഗ് ആയിട്ടും അതുപോലെ പുതുമയുള്ളതായിട്ടും തോന്നി. മറ്റൊരാളുടെ ഭാര്യയെയും ഞാൻ സ്വന്തമാക്കാൻ നോക്കിയില്ല. അതുപോലെ ഒരു പെൺകുട്ടിയെയും ഞാൻ അതിൽ ചേസ് ചെയ്തില്ല. പ്രശ്നക്കാരനായ കോളേജ് സ്റ്റുഡന്റിന്റെ റോളും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായി മാറുമെന്ന് ഞാൻ കരുതി. അതിന് മുന്നേയായി ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയ ആ ഒരു ഇമേജിനെ ഞാൻ ശരിക്കും തകർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് എ ഹൈ ടൈം. എനിക്കും തോന്നാൻ തുടങ്ങി ആസ് എൻ ആർട്ടിസ്റ്റ്. എന്റെ സിനിമകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇമ്രാൻ ഹാഷ്മി വീണ്ടും വീണ്ടും ഒരേ കാര്യമാണ് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്ക് തോന്നിയത് നോക്കിയാണെങ്കിൽ ബട്ട് സാർ താങ്കളെ ഒരു ബി ഗ്രേഡ് സിനിമകളുടെ ആർട്ടിസ്റ്റ്. അതെ, പക്ഷെ താങ്കൾ ആ ഇമേജ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലേ? അത് തെറ്റല്ലേ? ഡെഫിനറ്റ്ലി. അദ്ദേഹം പറയുന്നത് താങ്കൾ ഒരു സ്ട്രീറ്റ് ഹീറോ ആണ്, ഡ്രോയിങ് റൂം ഹീറോ അല്ലെന്ന്. ഐ തിങ്ക് ഈ ഒരു കാര്യം ഞാനും സമ്മതിക്കാം. ഈ മാസസ് ഉണ്ടല്ലോ, അത്തരത്തിലൊരു ഹീറോ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. അത് ഞാൻ അച്ചീവ് ചെയ്തു. അതുപോലെയുള്ള ഒരുപാട് റോളുകളിൽ ഞാൻ അഭിനയിച്ചു. ഈ ഒരു കാര്യം എനിക്ക് എപ്പോഴാണ് അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊമോഷനുകളിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രൊമോഷനിൽ നോക്കുകയാണെങ്കിൽ മുംബൈയിലെ ഒരു മൾട്ടിപ്ലക്സിൽ ഞാൻ പോയിട്ട് പ്രൊമോഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഹൗസ്ഫുൾ ആവും, പക്ഷേ ഓഡിയൻസിന് വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഡൽഹിയിലോ അല്ലെങ്കിൽ അമരാവതിയിലോ ഉള്ള ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് ജനങ്ങളുടെ സ്നേഹം കിട്ടുമായിരുന്നു. ഐ തിങ്ക് അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഇമേജ് ഒരു മാസ് ഹീറോ ഇമേജ് ആയിട്ട് മാറ്റണമെന്ന് കരുതിയത്. അത് സക്സസ് ആയി. ആ ഹീറോയിൻസ് എന്ത് ചെയ്യാനാ? താങ്കൾ കിസ് ചെയ്യുന്ന അവർ കാത്തിരിക്കും. എപ്പോഴാണ് വിജയിക്കുന്നത്? അല്ല, അതായത് ഞാൻ രണ്ട് കാര്യങ്ങളെ ഒരു രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഗ്യാങ്സ്റ്റർ പടത്തിന് ശേഷം ഒരുപാട് പേര് അറിയുകയുണ്ടായി. അതായത് ഈ മൂവി സിംഗിൾ സ്ക്രീനിലും ഓടിയിട്ടുണ്ട്, അതുപോലെ മൾട്ടിപ്ലക്സിലും ഓടിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇമ്രാൻ ഹാഷ്മി മൾട്ടിപ്ലക്സിലെ ഓഡിയൻസിന്റെ ഇടയിലോട്ടും പെനിട്രേറ്റ് ആയി കഴിഞ്ഞു. അതിനു മുന്നേ ഞാൻ വെറൊരു മാസ് ഹീറോ ആയിരുന്നു. പക്ഷേ താങ്കളുടെ ഇമേജ് മാറ്റാൻ ശ്രമിച്ച് മഹേഷ് ഭട്ട് സാറിന്റെ പണം ധാരാളം ചെലവഴിച്ചു. എപ്പോഴും അദ്ദേഹം 4-5 കോടിയിലാണ് സിനിമ എടുക്കുന്നത്. ഈ പ്രാവശ്യം 18 കോടിയിലാണ് താങ്കൾ എടുപ്പിച്ചത്. ഇതൊരു പടത്തിന്റെ ഡിമാൻഡാണ്, ഒരു പടത്തിന്റെ ക്യാൻവാസ് ആണ്. അതായത് ഒരു മൾട്ടിപ്ലക്സ് ഹീറോ എന്നതിനേക്കാൾ ഉപരി ഇതിലൂടെ ഓവർസീസിലുള്ള ഓഡിയൻസിനെയും ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ശ്രമം ശരിക്കും നടന്നു. ഇന്ത്യയിൽ മാത്രമായിട്ടല്ലാതെ US, UK, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലും ഈ സിനിമയെ വേറെ ഒരുപാട് രാജ്യങ്ങളിൽ ആ സിനിമ റിലീസ് ചെയ്തു. അതൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ ആയിരുന്നു. കാരണം അത് ഒരു ക്യാൻവാസ് സിനിമയാവണം, ഒരു വലിയ സിനിമയാവണമെന്ന് ഞങ്ങൾ കരുതി. ഐ തിങ്ക് ഭട്ട് സാർ അതുപോലെ തന്നെ മുകേഷ് സാർ ഒരു സിനിമയിൽ സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലായ പിന്നെ ഒരിക്കലും അതിനുവേണ്ടി അവർ ചെലവ് ചെയ്യില്ല. പിന്നെ ഈ പടത്തിന്റെ കാര്യത്തിൽ സ്ക്രിപ്റ്റ് വൈസ് അത് വളരെ മികച്ച ഒന്ന് തന്നെയായിരുന്നു. നല്ല സ്കോപ്പുള്ള ഒന്നായിരുന്നു. പറഞ്ഞു വരുമ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല സ്കോപ്പുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ആയിരുന്നു അത്. 16 സിനിമകളിൽ താങ്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിച്ചു. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ അതെല്ലാം ചെയ്തു. ഇപ്പൊ ഒരു സിനിമയിൽ ഇമേജ് അങ്ങ് മാറുമെന്നാണോ താങ്കൾ കരുതുന്നത്? ഒരു പഴഞ്ചൊല്ലില്ലേ, 90 എലിയെ കഴിച്ചിട്ട് അവസാനം പൂച്ച സന്യാസിയായിരുന്നു. ഇതുവരെ ശ്രമിച്ചിടത്തോളം ഞാൻ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഈ പടത്തിന്റെ കാര്യത്തിൽ ഈ പടം റിലീസായ സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസ് നന്നായിരുന്നു. അത് വളരെയധികം പോസിറ്റീവായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് മേലെയായിരുന്നു. സോ ഐ തിങ്ക് ഇമേജ് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു പടം തന്നെ ധാരാളമായിരുന്നു. ഞാനിപ്പോൾ വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല. കാരണം ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു ഇമ്രാൻ ഹാഷ്മിക്ക് ആക്ഷനൊന്നും ഒരിക്കലും വഴങ്ങില്ല, അതുകൊണ്ടൊരു ആക്ഷൻ ഇമേജ് അദ്ദേഹം പുതുതായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഇമേജിന് വേണ്ടിയല്ല, ഇനി അങ്ങോട്ട് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ഞങ്ങൾ പരിശ്രമിച്ചിടത്തോളം ഈ കാര്യത്തിൽ സക്സസ്ഫുൾ ആണെന്ന് തന്നെ പറയാം. താങ്കൾ വലിയ സിനിമകളിൽ അഭിനയിച്ചു, വലിയ ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോൾ താങ്കൾക്ക് നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്നും അറിഞ്ഞു. സ്റ്റാർ ആയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ അറിഞ്ഞു, താങ്കൾ വളരെ പിശുക്കനാണ് എന്നുള്ളത്. ആർക്കെങ്കിലും ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പോലും മറ്റൊരാളോട് പറഞ്ഞു പോയി വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് കേട്ടു. അത് ഞാൻ ഭാഗികമായി സമ്മതിക്കാം, ഞാൻ അത്ര വലിയ പിശുക്കനൊന്നും അല്ല. ഒരിക്കൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അത് ഭട്ട് സാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് ഓഫീസിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടം ഹിറ്റാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഭട്ട് സാർ പറയും പോയിട്ട് കോഫി വാങ്ങിച്ചു വരാൻ. പക്ഷേ കൃത്യം ആ സമയത്ത് എൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടാവില്ല. അതായത് എനിക്ക് കോഫി വാങ്ങണ്ടെന്നുള്ള ഉദ്ദേശമല്ല, ജെന്യുവനായിട്ടും എൻ്റെ പോക്കറ്റിൽ അപ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. കാരണം ഞാനപ്പോൾ എവിടെയോ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ വഴി വരുന്നതായിരിക്കും. ഐ ഡോണ്ട് ക്യാരി മണി വിത്ത് മീ. ആ പണം ആർക്കാണ് ചെലവഴിക്കുന്നതെന്നെങ്കിലും പറയൂ.
അതായത് നോക്കുകയാണെങ്കിൽ പണത്തിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് വ്യത്യസ്തനാണ്. അതായത് ഞാൻ അധികം കൊണ്ട് നടക്കാറില്ല. എന്റെ കയ്യിൽ അധികവും ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഉണ്ടാവുക. അതാണ് ഞാൻ ഉപയോഗിക്കാറ്. കോഫി ആണെങ്കിൽ അതുകൊണ്ട് വാങ്ങാനും പറ്റില്ല. സോ അതുകൊണ്ടായിരിക്കും. എനിക്ക് ഭട്ട് സാർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഒരു സിനിമ റിലീസ് ആയതിനു ശേഷം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം താങ്കളോട് ആർക്കോ 25,000 ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു. താങ്കൾ അപ്പൊ തന്നെ മുഖം വീർപ്പിച്ചു വെച്ചെന്ന് ഇല്ല കേട്ടു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആക്ച്വലി പടം ഏതെങ്കിലുമൊക്കെ ഹിറ്റ് ആവുകയാണെങ്കിൽ ഭട്ട് സാറ് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. അത് അദ്ദേഹത്തിനൊരു ഗുരുദക്ഷിണ പോലെയൊക്കെയാണ്. ഞാനാണെങ്കിൽ ആ ഗുരുദക്ഷിണ അപ്പോൾ കൊടുത്തേ മതിയാവും. സോ ആ പേരിൽ ഭട്ട് സാർ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് തവണ പണം വാങ്ങിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അല്ലല്ല, ഇതൊന്നും അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത് പറയാൻ താങ്കളുടെ അടുത്ത് സാധ്യതയില്ലല്ലോ. പണം വാങ്ങിച്ച് ചാരിറ്റിക്കാണ് കൊടുക്കുന്നത്, അല്ലാതെ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ലെന്ന്. അദ്ദേഹമല്ലേ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അദ്ദേഹം ആ പൈസ വേറെ എവിടെയെങ്കിലും ചെലവ് ചെയ്യുന്നുണ്ടോ എന്ന് ആർക്കറിയാം? ശരി, ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾ. നിങ്ങൾ പടങ്ങളിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് യുവതലമുറയ്ക്ക് എന്തെങ്കിലും ബാധിപ്പുണ്ടാവുമെന്ന് തോന്നുന്നു? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നിയിരുന്നു. അതായത് ഒരു 6 മാസം മുന്നേ ഞാൻ ഷൂട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു, ഞാൻ ജോധ്പൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു എൽഡർലി കപ്പിൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പടം ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകളിൽ പലതും അവരെ കാണിക്കാൻ പറ്റാത്തതാണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റേതായ ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും അവർക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇതിന് ശേഷം ഈ പടത്തിന്റെ റിലീസിന് ശേഷം എൻ്റെ പഴയ ആ ഒരു ഇമേജ് മുഴുവനായിട്ടും മാറി എന്ന് തന്നെ പറയാം. ആ പഴയ സീരിയൽ കിസറിന്റെ കിസ്സിംഗ് സീനുകളൊന്നും നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇനി അങ്ങോട്ട് അവർക്ക് കാണാം. കാരണം ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇമ്രാൻ പടം. കൂടുതലും ചെറുപ്പക്കാരാണ് ആ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ ദ തിയേറ്റർ. ചിലപ്പോൾ VCDയിലായിരിക്കും, പക്ഷേ തിയേറ്ററിലല്ല. കാരണം തിയേറ്ററിക്കൽ റിലീസിൽ ആസ് മൈ ഡ്യൂട്ടി ടു ദി ഓഡിയൻസ്, ഐ തിങ്ക് എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇതാണ് എൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റഡ് ആയിട്ടുള്ള സിനിമ. സോ ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാ. ഇതിന് മുന്നേ ഉള്ളതെല്ലാം സർട്ടിഫിക്കറ്റ് ആയിരുന്നല്ലോ. അപ്പോ ഇന്ന് ജനങ്ങൾക്ക് താങ്കൾ ഒരു സത്യം ചെയ്തു കൊടുക്കൂ. അതായത് ചെറുപ്പക്കാർ ഇനി താങ്കളുടെ സിനിമ കണ്ട് മോശമാകാത്ത രീതിയിൽ താങ്കൾ അഭിനയിക്കും. ഡെഫിനറ്റ്ലി. ഇനി അങ്ങോട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമകൾ എല്ലാം തന്നെ നല്ല യൂണിവേഴ്സൽ സിനിമകൾ ആയിരിക്കും. മുന്നോട്ടുള്ള കാലങ്ങളിൽ അത് റെസ്പെക്റ്റഡ് ഫിലിംസ് ആയിട്ടും നിൽക്കും. ആ പെൺകുട്ടി തേർഡ് റോയിൽ. ഇമ്രാൻ, നിങ്ങൾ ഡാൻസ് ചെയ്യാൻ എപ്പോൾ പഠിക്കും? നിങ്ങൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും അതിൽ ഒരേ ഒരു റിയാക്ഷനേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ കൈ പോക്കറ്റിലായിരിക്കും, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കാണിക്കും. അതെ സർ. അതായത് എന്നെ ഷാമക് ദാവർ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഡാൻസ് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഞാനിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ 4 സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ എന്നെക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റേജ് ഷോകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന സിനിമകളിൽ അതിനകത്തൊക്കെ നല്ല നല്ല പാട്ടുകൾ വരും. അതിനൊക്കെ ഞാൻ ഡാൻസ് കളിക്കും. പിന്നെ ട്രെയിൻ പടത്തിനകത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡാൻസ് മൂവ്മെന്റ്സ് കുറച്ച് അധികമായിട്ട് തന്നെ താങ്കൾ ഡാൻസ് ഉണ്ടായിരുന്നു. ഏത് ഹീറോയിന്റെ അടുത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആരുടെ അടുത്തൊന്നും പഠിക്കുന്നതല്ല. ആക്ച്വലി എനിക്കൊരു കോറിയോഗ്രാഫർ ഉണ്ട്, അവരുടെ അടുത്തുനിന്നാണ്. അവര് വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നെക്കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റും, ഞാൻ എന്തായാലും ഡാൻസ് കളിക്കണമെന്ന് അവർ പറഞ്ഞു. എൻ്റെ ലിമിറ്റേഷൻസ് അവർ മൈൻഡിൽ വെച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മൂവ്സാണ് എനിക്ക് പറഞ്ഞു തന്നത് സ്ക്രീനിൽ. അപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ താങ്കളുടെ ഡാൻസും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. മോസ്റ്റ് പ്രോബബ്ലി യെസ്. അതായത് സാറേ, നിങ്ങൾ ഇതുവരെ അഭിനയിച്ച മൂവീസ് ആണെങ്കിൽ ലൈക്ക് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണുമായ നിങ്ങൾക്ക് അഫയർ ഉണ്ടാകും, അതെ. മറ്റൊരാളുടെ ഭാര്യയുമായി. ഇൻ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു പടത്തിൽ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുമായി അഫയറിലാകുകയാണെങ്കിൽ നിങ്ങൾ ആ പടം അഭിനയിക്കുമോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ച് നോക്കിയിട്ടില്ല. ഡു ദാറ്റ് റോൾ. ഐ വിൽ. ഇതിനെപ്പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ എൻ്റെ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും പറയാം, നിങ്ങൾ ഇതുപോലെ ഒരു പടം എഴുതി ഡയറക്റ്റ് ചെയ്യണമെന്ന്. ആശംസകൾ സർ. ഇമ്രാൻ, താങ്കൾ ഇങ്ങനെയുള്ള റോളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ഭാര്യ എടുത്തുനിന്ന് വഴക്കൊക്കെ കേൾക്കാറുണ്ടോ? ഒരുപാട് കേൾക്കും, ഒരുപാട് വഴക്ക് കേൾക്കും. ഇപ്പോൾ താങ്കൾ നന്നായി വരുന്നതിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും? അതും ഒരുപാടുണ്ട്. പക്ഷേ അവരൊരിക്കലും എൻ്റെ വർക്ക് സ്പേസിൽ തലയിടാറില്ല. അവർക്കറിയാം അത് എൻ്റെ വർക്കാണ്. ആൻഡ് ഞാൻ അഭിനയിക്കുന്ന റോൾസൊക്കെ തന്നെ അതിലൂടെ ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ അവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഇമേജ് തകർക്കണം, എൻ്റെ കരിയർ നന്നാവണമെന്ന്. അവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.